ശ്രുതി തന്നെയാണോ വേദം, അല്ലെങ്കിൽ വേദം തന്നെയാണോ ശ്രുതി? വേദങ്ങൾ തന്നെയാണ് ശ്രുതി എന്നും പറയുന്നത്. വേദത്തിൻ്റെ മറ്റൊരു പേരാണ് ശ്രുതി എന്ന്. എന്തുകൊണ്ടാണ് വേദത്തെ ശ്രുതി എന്ന് പറയുന്നത്? ശ്രൂയത്തെ ഇതി ശ്രുതി എന്ന് പറഞ്ഞാൽ കേൾക്കപ്പെടുന്നത്, കേട്ടു പഠിക്കുന്നത്, കേട്ട് അധ്യയനം ചെയ്യുന്നത്, കേട്ട് ഹൃദിസ്ഥമാക്കുന്നത് എന്നർത്ഥത്തിലാണ്. വേദങ്ങളെ നമുക്ക് വായിച്ച് പഠിക്കുക സാധ്യമല്ല. കാരണം അതിൻ്റെ ഉച്ചാരണത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഉച്ചാരണം മാറിപ്പോയി കഴിഞ്ഞാൽ അർത്ഥവ്യത്യാസവും അനർത്ഥവും സംഭവിക്കും. അതുകൊണ്ട് തന്നെ വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണ ശുദ്ധിയിലാണ് ആ വേദം നിലനിൽക്കുന്നത്. ഇപ്പോൾ ഒരു 100 വർഷം മുമ്പ് എങ്ങനെയാണോ വേദം ഉച്ചരിക്കപ്പെട്ടിട്ടുള്ളത്, അതേ ഉച്ചാരണ ശുദ്ധിയിൽ തന്നെയാണ് ഇന്നും വേദങ്ങൾ ഉച്ചരിക്കപ്പെടുന്നത്. ഇത് പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. അതിൻ്റെ കാരണം ഇത് ശ്രുതി ആയതുകൊണ്ട് തന്നെയാണ്. ഗുരു ഉച്ചരിക്കുകയും ശിഷ്യന്മാർ അതേ രീതിയിൽ തന്നെ അത് ഏറ്റുച്ചരിച്ച് അനുച്ചാരണം നടത്തി അത് ഏറ്റുച്ചരിച്ച് അങ്ങനെ തുടർന്ന് ഓരോ തലമുറയിലേക്കും ഈ വേദങ്ങൾ കൈമാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗുരുച്ചാരണ അനുച്ചാരണ പദ്ധതി ഗുരു ഉച്ചരിക്കുന്നു. അതേ ശുദ്ധിയോടുകൂടി തന്നെ അക്ഷരക്രമത്തിൽ, പദക്രമത്തിൽ, വാക്യക്രമത്തിൽ ഒരു മാറ്റവുമില്ലാതെ അതേ രീതിയിൽ തന്നെ ഉച്ചരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വേദത്തെ ശ്രുതി എന്ന് വിളിക്കുന്നത്.